ഹായ്, എൻ്റെ പേര് സഫ്ദർ. ഞങ്ങളിപ്പോൾ സ്മോക്കിംഗ് ഗൺസ് ഓഫ് ബിറ്റ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റ് ഒരു 7 days ബിഫോർ റിലീസായി. ഞാൻ ഡയറക്ടറാണ്, റൈറ്ററുമാണ്. എൻ്റെ പേര് സഫീർ. ഞാൻ കോ റൈറ്ററാണ്, ക്രിയേറ്റീവ് ഡയറക്ടറും കൂടെയാണ്. ഞാൻ മൽഷ. ഞാൻ എൻ്റെ കോ ഡയറക്ടറാണ്, കോ റൈറ്ററാണ്, പിന്നെ ഒരു ചെറിയൊരു ക്യാരക്ടറും ചെയ്തിട്ടാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 3-4 years ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്യണമെന്നുള്ള ആശയം കൊണ്ട് നടക്കുന്നവരായിട്ട് പറയാറായി. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഒരു പ്രൊഡക്ഷനിലേക്ക് ലാൻഡ് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും കഥ പറയുമ്പോഴേക്കും അവർക്ക് വേണ്ടത് റോംകോം, സോഫ്റ്റ് മൂവീസാണ് വേണ്ടത്. പക്ഷെ ഞങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പുതിയൊരു സംഭവം ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയൊരു പരിപാടി ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ആക്ച്വലി ഇങ്ങനൊരു സ്ക്രിപ്റ്റ് പ്രൊസീഡ് ചെയ്യണതും പിന്നെ അതൊക്കെ മുമ്പോട്ട് പോകണതും. പിന്നെ ഞാൻ എൻ്റെ ക്രൂ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തു. കുറച്ച് വെസ്റ്റേൺ കൾച്ചർ, അങ്ങനത്തെ കോസ്റ്റ്യൂംസ്, ഡയലോഗ്സ്, അങ്ങനെയൊക്കെ ഒരു പരിപാടി ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ആക്ച്വലി സ്മോക്കിംഗ് ഗൺസ് ഓഫ് ബിറ്റ്ലാൻഡിലേക്ക് ലാൻഡ് ചെയ്യണത്. വലിയ പ്രൊഡക്ഷനെ പറ്റി പറയാനാണെങ്കിൽ മേജറായിട്ട് നമ്മളൊരു 3 ദിവസമാണ് നമ്മൾ ഷൂട്ടിംഗ് ഡേയ്സ് ആയിട്ട് വന്നത്. അത് 3-24 പോകാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഞങ്ങൾ എത്തണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്യാമറയും ലൈറ്റ്സൊക്കെ റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 24 hours നമുക്കത് റെൻറ്റ് തന്നെ. അപ്പോൾ ക്യാമറ ലൈറ്റ്സൊക്കെ അതിൻ്റെ റെൻറ്റ് നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ പോകാതിരിക്കാൻ ഞങ്ങൾ 24 hours ഷൂട്ട് ചെയ്യും, 2 ദിവസം ബ്രേക്ക് എടുക്കും, പിന്നെയും 24 hours ഷൂട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ നമുക്ക് ലൈറ്റ് യൂണിറ്റിൻ്റെ ഒക്കെ വരുന്ന ആളുകളുടെ എക്സ്ട്രാ ബാറ്റ മാത്രം പേ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി 6 ദിവസം എന്നുള്ളത് നമുക്ക് 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. അതിന് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂ നമ്മൾ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളായിരുന്നു. പിന്നെ DOP ആണെങ്കിലും അങ്ങനെ ഫുൾ ടീം നമ്മുടെ കൂടെ കുറേ നാളുകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര സുഖമായിട്ട് അത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയത്. പുതിയ പരിപാടി ഒരെണ്ണം കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന വെച്ച്. അപ്പം ഫുള്ളാരും നമ്മൾ കൊച്ചിയിൽ തന്നെ ഷൂട്ട് ചെയ്തേക്കുന്നത്, പുറത്തോട്ടൊന്നും പോകേണ്ടതെന്നല്ല. നമുക്ക് ആ പാറ്റേൺ പരിപാടികളെ കറക്റ്റായിട്ട് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. ക്രിയേറ്റീവ് എന്നുള്ള നിലയിൽ അതിന് മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ പറ്റിയും ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട് പൊതുവെ. കാരണം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കണവരല്ല, ഇനി വരുന്ന തലമുറക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യണവരാണ്. അപ്പോൾ അവരെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു പരിപാടി പിടിക്കണം, അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു വാവ് ഫാക്ടർ എന്നുള്ളൊരു പരിപാടി പിടിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഡിസ്കഷൻസിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എല്ലാത്തരം സിനിമകളും അല്ലെങ്കിൽ പുറത്തുള്ള സിനിമകളും എല്ലാം കാണുന്ന ആളുകളാണ്. അവർ ഭയങ്കരമായിട്ട് അതിലേക്ക് ഇന്നാണ്. നമ്മൾ അതേപോലത്തെ ഒരു പരിപാടി കൊടുത്താലാണ് നമുക്ക് അവരെ ചെറുതായിട്ടെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ഇവിടെ വരുന്ന പരിപാടികളിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണം, അത് മേക്കിങ്ങിൽ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് ഭയങ്കര ഒരു നമ്മുടെ ഡിസ്കഷൻസിൻ്റെ ഇടയിൽ അത് പ്രോപ്പറായിട്ട് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് പുറകിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ തന്നെ എല്ലാവർക്കും വർക്കാവണം എന്നുള്ളൊരു മേജർ നമുക്കൊരു അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായി. അതിൻ്റെ പുറത്താണ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തത്. പിന്നെ ടെക്നിക്കലി ബെറ്റർ ആയിരിക്കണം എന്നുള്ളൊരു അതിലൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത് സഫ്തറിന് തന്നെ ഭയങ്കര വാശിയായിരുന്നു. അതാണ് ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള നമുക്കൊരു കോൺഫിഡൻസും അതാണ്. കാരണം അവന് വേണ്ട പരിപാടി കിട്ടണവരെ അവൻ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനത്തെ ഒരു മൂടായത് കാരണം അവന് വേണ്ടി പണിയെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 years ആയിട്ട് ഈ ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന് ഇത്ര ബഡ്ജറ്റ് വേണം, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, ഇത്ര ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ പക്കയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പക്ഷേ സമയം കഴിഞ്ഞ് പോകുന്തോറും നമുക്ക് അത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് 3-4 ഫ്രണ്ട്സായിട്ട് ഫണ്ട് ഇട്ട് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു 2.8 ആണ് ആക്ച്വലി വർക്ക് തീർത്തേക്കണത്. എല്ലാം കൂടെ 2.8 lakhs ആണ് ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറും DOP ബാക്കി ടെക്നീഷ്യൻസ് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയത് കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഫണ്ടിൻ്റെ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പിന്നെ സൗണ്ട് ഡിസൈൻ, ഗ്രേഡിങ്, ഇതെല്ലാം ആക്ച്വലി ഫണ്ട് വേണ്ടി വന്നേക്കണത്. പിന്നെ ഓഫ്കോഴ്സ് ലൈറ്റ് യൂണിറ്റ് ക്യാമറക്കും ഫണ്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഫണ്ടിൻ്റെ ഒരു ആവശ്യം വന്നേക്കണത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ സംഭവം തീർക്കാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ അത് ഞങ്ങൾക്ക് തീർക്കാനും പറ്റി ഭംഗിയായിട്ട്. പിന്നെ നമുക്ക് പറയാനായിട്ടാണെങ്കിൽ ഈ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. കാരണം നമുക്കിത് കുറേ നാളത്തെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടി വന്നു. അതിന് മേജറായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട്സാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ആയതുകൊണ്ട് അവന്മാർ ഫ്രീ ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് വർക്ക് ചെയ്ത് കിട്ടുള്ളൂ. എന്നുവെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഫണ്ടിങ് പരിപാടി നടക്കണം, അല്ലാണ്ട് പരിപാടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയമായിട്ട് നമ്മൾ ഫ്രീ ആവുന്ന സമയം, അവർ ഫ്രീ ആവുന്ന സമയം, അങ്ങനെ ചെയ്ത് പിന്നെ അതിലൊരു എവല്യൂഷനും സംഭവിച്ചിരുന്നു. നമ്മളിപ്പോൾ
ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിലിരുന്ന് ലോക്ക് ചെയ്ത് ചെയ്യാന്നുള്ളൊരു പരിപാടി ആയിരുന്നില്ല. കാരണം ഷൂട്ടിൻ്റെ ഇടയിൽ നമുക്കൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. നമ്മുടെ കാറായിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ഇടയിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് നമുക്ക് ഷൂട്ടൊക്കെ ചെറുതായിട്ട് മുടങ്ങി. അപ്പോൾ നമ്മളെപ്പോലെ ഒരു ഷോർട്ട് ഫിലിംസിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി പൊളിയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തി. ഈ അനിമേഷൻ പാർട്ടൊക്കെ ആക്ച്വലി അതിന് ശേഷമുള്ളൊരു ഐഡിയാസ് ആയിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടി പരിപാടികൾ ഇന്നാക്കണം എന്നുള്ളൊരു സീനുണ്ടായി. അപ്പോൾ പ്രൊഡക്ഷൻ കുറയും തോറും നമ്മൾ ക്രിയേറ്റീവ്ലി അത് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവരെയൊക്കെ സോഴ്സ് ചെയ്ത് തന്നെ നമ്മൾ കൂടുതൽ അതിൽ പണിയെടുത്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മേക്കിംഗ് പരിപാടിയിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ് ഒരു വിശ്വാസം. കാസ്റ്റിംഗ് സത്യം പറഞ്ഞാൽ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന് പറഞ്ഞൊരു പടം ആക്ച്വലി ഇൻസ്പയർ ചെയ്ത് ഭയങ്കര സിനിമ. ആ സിനിമയുടെ ഹീറോയുടെ ഒരു പാറ്റേൺ, അയാളുടെ ഒരു കോസ്റ്റ്യൂംസ്, അയാളുടെ ഹെയർ സ്റ്റൈല്, ഇങ്ങനെയുള്ള ഒരാളെ വേണമെന്നുള്ള അന്വേഷണം കൊടുക്കുകയാണ് ഷുഹൈബ് ബിജി എന്ന് പറഞ്ഞൊരു ആക്ടർ. പുള്ളിക്കാരൻ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ്റെ എല്ലാം ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിയെ കത്തുകാരന് പുള്ളിയോട് പോയി ഡയറക്റ്റായിട്ട് കഥ പറഞ്ഞിട്ട് പുള്ളി ഇന്നെ ഭയങ്കരമായിട്ട് പിന്നെ പുള്ളിയുടെ സജഷൻസ് തന്നെ പുള്ളി പറയുകയും ചെയ്തു. അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് ഞാൻ ഫസ്റ്റ് ലാൻഡ് ചെയ്യായിരുന്നു. പിന്നെ കപ്പിളായിട്ടുള്ള രണ്ടുപേരുടെ കാസ്റ്റിംഗ് അതിരി ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ ഒരു 4-5 പേരോട് പ്രോപ്പറായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഷൂട്ടിനൊരു 3-4 ഡേയ്സ് മുമ്പാണ് ലിമിയ എന്ന് പറഞ്ഞ ആക്ട്രസും ഡെറിക് എന്ന് പറഞ്ഞ ആക്ടറും കൂടെ ഇതിലേക്ക് ഇന്നാവണത്. സോ അവരെ വെച്ചിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കിട്ടിയുള്ളൂ. ദെൻ അത് പ്ലാൻ ചെയ്ത് ഇതിന് ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെ വില്യംസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരാൾ. പുള്ളി ആക്ച്വലി ഒരു നാടകക്കാരനാണ്, അങ്കമാലി ബേസ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയെ ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചു, കഥ പറഞ്ഞ് പുള്ളി ഇന്നായി. പിന്നെ ഇതിൽ മാർക്കസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തേക്കണത് അമൽഷാണ്. അവനും ആദ്യം പോലെ ഇതിൽ ഇന്നായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ പരിപാടി. പിന്നെ അവസാനം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ സാജിയൊക്കെ ഡയറക്ടറായിട്ട് ഞാൻ സംസാരിച്ചു. പുള്ളിയോട് ഞാൻ ഫോണിലാണ് കഥ പറഞ്ഞത്. പുള്ളി ഇത് പ്രോപ്പറായിട്ട് കേട്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുള്ളി അത് കേട്ടിട്ട് ദെൻ ചെയ്യാടാ ഞാൻ വരാം എന്ന് പുള്ളി സമ്മതിക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം ഷൂട്ട് പുള്ളി വന്നു, എനിക്ക് ഡബ് ചെയ്ത് തന്നു. അങ്ങനെയൊക്കെ ഇതിൻ്റെ കാസ്റ്റിംഗ് എത്തിപ്പെട്ടത്. എഡിറ്റർ, DOP, മ്യൂസിക് ഡയറക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് 3 പേരും. DOP ജോക്രിസ്റ്റോ സേവിയർ, ക്യാമറമാൻ ആൽബിയുടെ അസിസ്റ്റൻ്റാണ്. ലാസ്റ്റ് കാണേ നെയ്മർ ഇതെല്ലാം വർക്ക് ചെയ്തതാണ്. റീസെൻ്റായിട്ട് CAD രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമ, അത് OTT അത്യാവശ്യം ഫേമസ് ആയ പടമാണ്. അതിൽ DOP പുള്ളിയാണ്, ജോക്രിസ്റ്റോ ആണ്. ഞങ്ങൾ ആദ്യം ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഈ സ്റ്റോറി പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ആക്ച്വലി അവൻ കൂടെ ഉണ്ട്. അപ്പം അവൻ സ്ക്രിപ്റ്റിൻ്റെ ഓരോ ഘട്ടത്തിലും അവൻ അവൻ്റെതായ ഇൻപുട്ട് തരും, സംഭവം മേളിലേക്ക് പോകും. ഞങ്ങളങ്ങനെ ലൊക്കേഷനാണെങ്കിലും എല്ലാം ഒരുമിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം മുതലേ കൂടുള്ള ആളാണ് ജോക്രിസ്റ്റോ. ഞാൻ എന്ത് ചിന്തിക്കുന്നു ആക്ച്വലി അത് മനസ്സിലാവാറുണ്ട്, അവൻ എന്ത് പറയുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. ആ ഒരു സിങ്ക് ഞങ്ങൾ തമ്മിൽ പണ്ടുപോലെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാനൊരു വെസ്റ്റേൺ കൾച്ചറോട് സാധനം ചെയ്യണോളിയാ കൊച്ചിയിൽ എന്ന് പറയുമ്പോഴേക്കും അവൻ ഓക്കെളിയാ ഞാൻ പറയാറുള്ളൂ. കാര്യം അവന് കാര്യം മനസ്സിലാകാറുണ്ട് പ്രോപ്പറായിട്ട്. ഇവ രണ്ടുപേരും കൂടെ തന്നെ എപ്പോഴും കൂടെ വെക്കുന്ന ആളാണ് ജോക്രിസ്റ്റോ സേവിയറും. ദെൻ മ്യൂസിക് ഡയറക്ടർ യദു കൃഷ്ണ. യദുവും ഇതിലേക്ക് ഫസ്റ്റ് ഒരു ഇന്നായ ആളാണ്. പ്രോപ്പറായിട്ട് നമുക്ക് കഥ പറഞ്ഞപ്പോഴേക്കും എല്ലാം പറഞ്ഞപ്പോഴും അവന് എന്താണ് വേണ്ടതെന്നും എന്താണ് ഇതിൻ്റെ ജോണറെന്നും എങ്ങനെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സൗണ്ട് എങ്ങനെ പോകണം എന്നുള്ള വ്യക്തമായ ധാരണ അവനുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ച് റെഫറൻസുകൾ കൊടുത്തെങ്കിലും അവൻ അതൊന്നും ആക്ച്വലി വകവെക്കാണ്ട് അവൻ്റെ രീതിയിലേക്കാണ് സംഭവം ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. എഡിറ്റർ അസീഫ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരാളെ ആക്ച്വലി എഡിറ്ററായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്ത് അവനെ ശരിക്കും വട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുറേ സമയം അവൻ സ്റ്റാർട്ട് ടു എൻ്റെ കൂടെ എന്നൊരു ആളാണ്. അങ്ങനെയല്ല, ഇവനെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഇവന് ഭയങ്കര നിർബന്ധമുണ്ട്. എന്ന് വെച്ചാൽ അവൻ്റെ വിഷൻ അത്ര അടിപൊളിയായതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കണതും അവൻ്റെ ഈ നിർബന്ധ ഉദ്യോഗം കൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ ഈ ക്രൂവിലുള്ള എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഞങ്ങൾ സംസാരിക്കണത് സിനിമയാണ്, കാണുന്നത് സിനിമയാണ്. സംസാരത്തിൽ എപ്പോഴും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീം നമ്മൾ നിൽക്കണോണ്ടിട്ട് നമുക്ക് പോസിബിൾ ആയതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ 24 hours ഒക്കെ വന്ന് ഒരു ദിവസം വർക്ക് ചെയ്യുക, പിന്നെ വീണ്ടും റെസ്റ്റ് എടുക്കുക, വീണ്ടും 24 വരാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടെക്നീഷ്യന്മാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണം. ആർട്ടിസ്റ്റിനാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണം. പക്ഷേ അവർക്ക് ഇത് മനസ്സിലായതുകൊണ്ടും നമ്മളിലേക്കുള്ള ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ട്, പ്രത്യേകിച്ച് സഫ്തർലി, അങ്ങനെ അതുകൊണ്ടാണ് ഇത് പോസിബിൾ ആയത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഡേ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും എനർജി ലോസ് ആവും. അത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ദെൻ വൈകിട്ട് 6 to വെളുപ്പിന് 6 മണി വരെ ഇന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷെ അത് ഒരു പ്രതിഫലം ഒന്നും ആഗ്രഹിക്കേണ്ട വർക്ക് ചെയ്ത ആൾക്കാരാണ് എൻ്റെ ക്രൂ മൊത്തം. അത്രയ്ക്ക് താങ്ക്ഫുള്ളാണ് ഞാൻ അവരോട് എല്ലാവരോടും. അല്ല, ഡയലോഗ്സ് എഴുതുക എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വെസ്റ്റേൺ കൾച്ചറൽ സെറ്റിംഗ് ആണ്.
കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്തെങ്കിലും നമ്മൾ കൊച്ചിയിലുള്ള സ്പേസസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ ഡ്രോൺ ഷോട്ടിൻ്റെ കാര്യം പോലും പറയുമ്പോഴാണെങ്കിൽ പോലും ഈ അതും ഗോശ്രീ പാലത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്തേക്കണം. ഞങ്ങൾ എറണാകുളത്ത് തന്നെ പല സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ഫ്ലാറ്റുകളോട് സംസാരിച്ചിട്ട് ഫ്ലാറ്റിൻ്റെ മേളിൽ കയറുന്ന ലൊക്കേഷൻസ് നോക്കും, ദെൻ ഡ്രോൺ പറത്തി നോക്കും, ഓക്കെ ആണെന്ന് നോക്കും, ഏകദേശം ഒരു ആംഗിൾ ഫിക്സ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും. അതിൽ വേറെ VFXോ വേറെ കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം ലൈവ് ഷോട്ട്സാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഡയലോഗ്സിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ഒന്നാമത് പ്ലേസ് ചെയ്യുന്ന പരിപാടികളെല്ലാം ഇങ്ങനത്തെ കോസ്റ്റ്യൂംസും ഇങ്ങനത്തെ കൾച്ചറും ഇങ്ങനത്തെ ഒരു പരിപാടികൾ സെറ്റ് ചെയ്യണത്. അവിടെ ഒരു പ്രോപ്പർ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. നമ്മുടെ നമ്മുടെ ഒരു പറഞ്ഞ ഒരു ഫ്ലോ ഉള്ള ഭാഷ കൊടുത്തു കഴിഞ്ഞാൽ അത് അഫ്കോഴ്സ് അവിടെ വർക്കാവില്ല. ദെൻ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെലുങ്ക് സിനിമയെല്ലാം ഡബ് ചെയ്ത് വരുമ്പോഴേക്കും യൂസ് ചെയ്യുന്ന ഒരു ടോണുണ്ട്. ആ ഒരു ടോണിലേക്ക് ഈ ഡയലോഗ്സ് എല്ലാം കൊണ്ടുവരാം. ചിലപ്പോൾ വർക്കൗട്ട് ആവും, ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമ ഡബ് ചെയ്ത് കാണുന്ന പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ ആക്ച്വലി ഉണ്ടായിരുന്നത്. അത് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട് ആ കാര്യം. ഡയലോഗ്സ് എഴുത്തൊരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം നമ്മളിത് പറഞ്ഞു നോക്കും, പിന്നെ നമുക്ക് അടിക്കും ചില സാധനം. മലയാളത്തിൽ പറയുമ്പോൾ ചില സ്ഥലത്ത് അടിക്കും. അത് ഈ കോസ്റ്റ്യൂംസിലും ഈ സെറ്റപ്പിലും നിന്ന് പറയണോണ്ടാണ് നമുക്ക് അടിക്കും. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്യും, പിന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷ് ആഡ് ചെയ്യും. അങ്ങനെ ഒരു പോളിഷ് ചെയ്ത് നോക്കി. പിന്നെ ഔട്ട് കണ്ട് ഡബിങ് സ്റ്റേജിലാണെങ്കിലും ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ ഇതിങ്ങനെ നമ്മൾ ആദ്യം ഒന്നിലും ലോക്ക് ചെയ്ത് വെച്ചില്ല. നമ്മളെപ്പോഴും ഒരു ആ സ്ട്രക്ചർ പൊളിക്കാനും അത് വീണ്ടും പണിയാനുള്ളൊരു മനസ്സെപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നാനുള്ള. അതിന് ബേസിക്ക് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യണത് വളരെ ചെറിയ ബഡ്ജറ്റിലാണ്. ഭയങ്കരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനും പൊളിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പൺ മൈൻഡഡിൽ നിന്ന് ഇനി ഇൻകേസ് അവിടെ പൊളിയാനാണെങ്കിൽ നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് നന്നാക്കണം എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസ് എപ്പോഴും ഡയലോഗിലും അതിൻ്റെ ബേസ് ഉണ്ടായി. എന്തെങ്കിലും പൊളിയാനാണെങ്കിൽ നമുക്ക് അവിടെ വേറെ പരിപാടിയായിട്ട് ഒക്കെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി എഴുതിയിരുന്നപ്പോൾ. അതേസമയം പോലെ തട്ടിക്കൂട്ട് സംഭവമായി പോകരുതെന്നുള്ള ആഗ്രഹം ആദ്യം പോലെ ഉണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെ ചെയ്യണ്ട, ആ പരിപാടി നിൽക്കണ്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ആദ്യം പോലെ ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, എഡിറ്റ് കഴിഞ്ഞു, മ്യൂസിക് കഴിഞ്ഞു, മിക്സിങ് കഴിഞ്ഞു. അതായത് 5.1 മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിലിട്ട് ഈ സംഭവം കേട്ട് കണ്ട് ഞങ്ങളുടെ 5-6 പേര് ക്രൂ മെമ്പേഴ്സ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോഴേക്കും ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്തു. അവസാന സ്റ്റേജിൽ അത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാന സ്റ്റേജിലാണ് ആക്ച്വലി ഒരു ക്ലിപ്പും കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്ത് ആഡ് ആക്കണം. അങ്ങനെ ഒരു എഫേർട്ട് ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, എല്ലാവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഏതൊരു മിക്സിങ് എഞ്ചിനീയർ ആണെങ്കിൽ പോലും നമ്മൾ പോയിട്ട് അവർ മിക്സ് ചെയ്ത് വെച്ച സംഭവം പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കാര്യം അവരുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. കാര്യം അത് അന്വേഷിച്ചറിയാൻ പറ്റും. അത് പൊതുവെ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. പക്ഷെ അവിടെ പോലും എബിൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അവനാണ് മിക്സ് ചെയ്തത്, സൗണ്ട് ഡിസൈൻ ചെയ്തത്. അടിയായത് ശരിയായില്ല, അതൊന്ന് പൊളിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഓക്കെ പൊളിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ സംസാരം. അതിനപ്പുറത്തേക്ക് ഇത് ആരും നോയോ അല്ലെങ്കിൽ ഇത് വേണ്ടെന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി എഫേർട്ട് കൂടുതൽ ആക്ച്വലി ഷൂട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ട്രിപ്പാണ് ആക്ച്വലി ഷൂട്ട് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ വെയിലും മഴയും പൊടിയാണെങ്കിലും നമ്മൾ ആ ജോലി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വർക്ക് ചെയ്യാനായിട്ട്. എല്ലാ സമയത്തും അത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്ര ഇപ്പോൾ 24 48 hours പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് വർക്ക് ചെയ്യും. കാര്യം അത്രക്ക് ട്രിപ്പുള്ള പരിപാടിയാണ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ടൈം എടുത്ത പരിപാടിയായിരുന്നു. കാര്യം ഞങ്ങൾ ഒരു വലിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പല ഇൻസിഡൻസ് കൊണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരികയും പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റിലും ഈ പറഞ്ഞ 2D ആനിമേഷൻസോട് ഒരു കഥ പറയാം, ഒരു ലാൻഡിൻ്റെ കഥ പറയാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് അങ്ങനെ പോവുമായിരുന്നു ആക്ച്വലി. അരവിന്ദ്, അതെ, തൃശ്ശൂരോടെ എൻ്റെ ഫ്രണ്ട് അരവിന്ദ്, അവനാണ് ആക്ച്വലി 2D വർക്ക് ചെയ്തത്. ഞങ്ങൾ ആദ്യം ഡിസ്കോഡ് വഴിയൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് വരാത്തത് കൊണ്ട് ഞങ്ങളുടെ ബാഗും ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ അവൻ്റെ വീട്ടിൽ പോയി ഒരു 2-3-4 weeks താമസിച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടുകാരെ കൊണ്ട് തെളിയിപ്പിക്കും, അവർ ഫുഡ് ഉണ്ടാക്കി തരും. അങ്ങനെ ഞങ്ങൾ 3-4 weeks ആണ് അവിടെ നിന്ന് വർക്ക് ചെയ്തത്, തൃശ്ശൂരിൽ നിന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഭംഗിയായിട്ട് അവന് കാണാനുണ്ട്. കാര്യം അവനെ എടുത്തു പറയേണ്ടത്, കാര്യം പുള്ളി പ്രോപ്പറായിട്ടൊന്നും പഠിക്കാത്ത ആളാണ്. അത് ഞാൻ അനിമേഷൻ പോയി പഠിക്കുക അല്ലെങ്കിൽ VFX പഠിക്കുക, CG പഠിക്കുക, അങ്ങനെ ചെയ്യാത്ത ആളാണ്. ഇവൻ യൂട്യൂബ് നോക്കിയിട്ടാണ് സംഭവം എല്ലാം പഠിച്ചേക്കണത്. ശരിക്കും പറഞ്ഞത് ഒരു വണ്ടർ പരിപാടിയാണ് ചെയ്തേക്കണത്. ഇപ്പം ആക്ച്വലി അവൻ ചെന്നൈയിലാണ്, പുതിയ കോഴ്സ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആള് കുറച്ച് കാര്യങ്ങൾ നോക്കിക്കണ്ട് പഠിക്കാനുള്ള സംഭവം നമ്മൾ എന്ത് ചോദിച്ചാലും പുള്ളിക്കാരൻ ചെയ്തു തരും. ഈ ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇത് വർക്കാവും തോന്നുന്നില്ല, എഫേർട്ട് ഇടും. പുള്ളിക്ക് നോ എന്ന് പറഞ്ഞ വേർഡ് പുള്ളിക്കില്ല. അത് അരവിന്ദ് എന്ന് പറഞ്ഞ ആള്, അത് അങ്ങനെയാണ് എൻ്റെ പരിപാടി. ഇത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ചിന്ന കമ്പനി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ആണ്. അവർ ആക്ച്വലി ഈ മഞ്ഞുമൽ ബോയ്സിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. കുതന്ത്രം മ്യൂസിക്കിലെല്ലാം അവരാണ് ആർട്ട് ചെയ്തേക്കണത്. അതിൽ ഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി അവൻ വർക്ക് ചെയ്തേക്കണത്. അവൻ്റെ എഫേർട്ട് ഭയങ്കരമാണ്. ഈ സമയം അത് എല്ലാ പോർഷൻസിലും അവൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആർട്ട് ഡയറക്ടർ.
ദെൻ കൊച്ചിയുടെ ഒരു ഡ്രോൺ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സിദ്ധുദാസ് അവനാണ് ഡ്രോൺ ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാവരും പേയ്മെന്റ് എല്ലാം വർക്ക് ചെയ്യുന്നവരാണ്, ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും. അവൻ തന്നെ ഞങ്ങളൊപ്പം വന്നിട്ട് ഡ്രോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോൺ എല്ലാം പറത്തി നോക്കി എവിടെ വരും കൃത്യമായിട്ട് ലൊക്കേഷൻസ് എവിടെ മാർക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ബ്രിഡ്ജിൽ ഷൂട്ട് ചെയ്യണം, എല്ലാം അവൻ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഞാനും ജോയും അവനും കൂടെ നിന്നാണ് ആക്ച്വലി ആ ഡ്രോൺ ഷോട്ട്സ് എല്ലാം പ്ലാൻ ചെയ്തത്. ഈ രണ്ടുപേരെയും എടുത്തു വരേണ്ട ആൾക്കാരാണ്. ഈ ഒരു വെസ്റ്റേൺ കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പേര് തന്നെ വേണം നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരും കൂടെ നമ്മുടെ ഗ്രാൻഡ് മാഡർ ഇങ്ങനെ ആലോചിക്കും എന്ത് വെക്കുന്നു. ഞങ്ങൾ ChatGPT നോക്കും, മെറ്റ നോക്കും, എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് ആലോചിച്ചിട്ട് സ്മോക്കിംഗ് ഗൺസ് എന്ന് കിട്ടി. അത്രയും കിട്ടി. ഇത് ഗൺസിന്റെ യൂസ് ഇത് ഒരിടം ഉള്ളതുകൊണ്ടല്ല, ഇതിന്റെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ അങ്ങനെയായിരുന്നു. ഇതിൽ എല്ലാവരും എപ്പോഴെങ്കിലും പൊട്ടാവുന്ന ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. എപ്പോഴെങ്കിലും അടിക്കാവുന്ന അങ്ങനത്തെ ഭ്രാന്താവുന്ന ഒരു ക്യാരക്ടർ ഇതിലുള്ളത്. എല്ലാവരും സ്മോക്കിംഗ് ഗൺസ് എന്നുള്ളൊരു പേര് വേണമെന്ന് തീരുമാനം വരുന്നു. പിന്നെ ഒരു ലാൻഡ് വേണം. എന്ത് ലാൻഡ് ഇടും? ഒരു മോശം ഒരു കയ്പുള്ളൊരു സ്ഥലം, ബിറ്റർ ലാൻഡ്. അങ്ങനെ തീരുമാനം എടുത്തിട്ട് സ്മോക്കിംഗ് ഗൺസ് ഓഫ് ബിറ്റർ ലാൻഡ് തീരുമാനിച്ചു പോയിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഷോർട്ട് ഫിലിംസിൽ സാഗരന ഉണ്ടാവും. ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ഡെയിലി 24 hours ഇറങ്ങുന്നുണ്ട്. അവിടെ ഇറങ്ങി ഇഷ്ടം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം 27 minutes ആണ് ഡ്യൂറേഷൻ. ആ സമയം ഒട്ടും നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് തോന്നാതെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആക്ച്വലി ഒരു കൊച്ചിയുടെ വിഷ്വൽസും അല്ലെങ്കിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത വേൾഡിൻ്റെ വിഷ്വൽസും എല്ലാം കണ്ട് അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും ആക്ച്വലി അത് ഫീൽ ചെയ്യും. അത് ഞങ്ങളുടെ ഒരു ഉറപ്പാണ്. എന്തായാലും സ്ട്രഗിൾ ചെയ്തിട്ടും ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഈ പരിപാടി. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലോട്ടാണെന്നുണ്ടെങ്കിലും മുമ്പോട്ടുള്ള പോക്കിന് ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് പോലെ തന്നെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും വിഷ്വലിയും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും കാണാം. ഒരു മേക്കിംഗ് പരിപാടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ പണിയെടുത്ത വർക്കാണ്. ഇപ്പോൾ ടെക്നിക്കലി നന്നാകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയവും എടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായമൊക്കെ കൊണ്ട് ചെയ്ത ഒരു വർക്കാണ്. നിങ്ങൾക്കൊരു മേക്കിംഗ് ക്വാളിറ്റിയിൽ വിശ്വസിച്ച് എന്താണെങ്കിലും ധൈര്യമായിട്ട് കാണാം. അതിലൊരിക്കലും ഒരു കോംപ്രമൈസും ഇല്ല. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുക, എല്ലാവർക്കും കാണുക, അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ ഇനിയും നന്നാക്കും, അടുത്ത പരിപാടികൾ ഇനിയും നന്നാക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് പോണത്. താങ്ക് യു.